ഈ വാർത്ത വരുന്ന ടൈമിങ്ങിനെ പറ്റി അല്ലെങ്കിൽ അതിൽ ഈ പറഞ്ഞ ഗോപാലകൃഷ്ണന്റെ വാട്സാപ്പ് ചാറ്റുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന താങ്കളുടെ സംശയം വാലിഡ് സംശയമാണ് എന്ന് പറയുമ്പോൾ പോലും ഇത് മുഖ്യമന്ത്രിയുടെ ടേബിളിന് മുന്നിലുള്ള റിപ്പോർട്ടാണ്, സർക്കാർ ഫയലാണ്. എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇത് ജയതില കൊടുത്ത റിപ്പോർട്ട് തന്നെയാണോ? അത്രേ എനിക്ക് അറിയുള്ളൂ. ജയതില കൊടുത്ത റിപ്പോർട്ടാണ്. ഒരു ഫയൽ നമ്പറുള്ള RTI കൊടുത്താൽ കിട്ടാവുന്ന റിപ്പോർട്ടാണ്. അല്ല, RTIയിലും കിട്ടില്ല. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഇതിന്റെ സിസ്റ്റം അറിയാത്തതുകൊണ്ടാണ് ഇതെന്തോ ന്യായമായ സംഭവമാണെന്ന് എല്ലാവരും വിചാരിക്കുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, GD സ്പെഷ്യൽ നിന്ന് മാത്രമേ ഒരു IS ഉദ്യോഗസ്ഥനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരാളെ ഏൽപ്പിക്കാൻ പോലും പറ്റുള്ളൂ. ഇദ്ദേഹം എന്ത് അതോറിറ്റിയിലാണ് ഇത് ഉണ്ടാക്കിയെന്ന് ദൈവത്തിന് അറിയാം. ഇത് അന്വേഷണ റിപ്പോർട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ റിപ്പോർട്ടാണ്. ഡിപ്പാർട്ട്മെന്റൽ റിപ്പോർട്ടാണെങ്കിൽ മന്ത്രിക്കേ പോവുള്ളൂ. ചീഫ് സെക്രട്ടറിക്ക് പ്രത്യേക ചീഫ് സെക്രട്ടറി GAD കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഓൾ ഇന്ത്യ സർവീസ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ GADയുടെ ഉത്തരവില്ലാതെ എങ്ങനെ ഇദ്ദേഹം റിപ്പോർട്ട് RTIയിൽ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് മൊത്തത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇത് സിസ്റ്റം അറിയുന്നവർക്ക് അറിയാം ഫുൾ ഇതിനകത്ത് പ്രശ്നമുണ്ടെന്ന്. പുറത്ത് നിന്നിട്ട് നോക്കുമ്പോൾ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്കൊരു എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിയല്ലോ. അകത്തിരിക്കുന്ന എനിക്ക് ഇതിന്റെ റൂൾ വയലേഷൻ കൂടെ അറിയാം അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാണ് ഈ റിപ്പോർട്ടിന്റെ വയലേഷൻസ് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ഒരു ന്യൂസ് അടിക്കുമ്പം ഒന്ന് ചോദിക്കില്ലേ പ്രശാന്തിനോട്? അതെ, ചോദിച്ചില്ലേ? ഇല്ലല്ലോ, ചോദിച്ചിട്ടേ ഇല്ല. ഇല്ല, ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. ഇത് പത്രമോ ചാനലോ രണ്ടുപേരും ചോദിച്ചിട്ടില്ല. ആകെ എന്നെ ആദ്യമായിട്ട് ഇല്ല, ഉറപ്പ്. അന്വേഷണത്തിൽ ഞാൻ അറിഞ്ഞത് താങ്കളെ വിളിച്ചു, താങ്കൾ ഫോണിൽ സംസാരിക്കാൻ തയ്യാറായില്ല എന്നാണ് അറിഞ്ഞത്. അല്ലല്ല, ഒരിക്കലുമില്ല. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. എന്നാ ധൈര്യം ഉണ്ടെങ്കിൽ അത് പറയട്ടെ, പബ്ലിക്കലി പറയട്ടെ. ഒരു ജേർണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നമുക്ക് കിട്ടുന്ന ഒരു സർക്കാർ ഫയലാണ്. ആ സർക്കാർ ഫയൽ പ്രകാരം ഈ പറയുന്ന ഇന്ന ഫയലുകൾ മിസ്സായി എന്നുള്ള ഒരു സർക്കാർ ഫയലാണ്. ആ ഫയൽ വ്യാജമായി ഉണ്ടാക്കിയതാണെങ്കിൽ അത് വാർത്തയല്ല വ്യാജം, ഫയലാണ് വ്യാജം. കറക്റ്റ്, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഇപ്പൊ അത് വ്യാജമാണെന്ന് തെളിഞ്ഞല്ലോ, പുറത്ത് വന്നില്ലേ? It is informed that all the files and records relating to Unnati which were in possession of the former CF Unnati has been handed over to the honorable minister. അവിടെ നിന്ന് പോയി വാങ്ങിയെന്ന് പറയുന്നതാണ്. അങ്ങനല്ല, all records and files available with the former CEO, അതായത് എന്റെ കൈവശം ഉണ്ടായിരുന്ന എല്ലാ റെക്കോർഡും എവിടെ മിനിസ്റ്റർ അവിടെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. മിനിസ്റ്റർ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് താങ്കൾ കൊടുത്ത ഫയൽ ഓൾ ദ ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ലഭ്യമാണെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് അറിയിച്ചിരിക്കുന്നത്. ടു ശ്രീ കെ ഗോപാലകൃഷ്ണൻ. അത് മുഴുവനും ഗോപാലകൃഷ്ണൻ ആര് കൊടുത്തു? ഡോക്ടർ ജയതിലക്ക് കൊടുത്തതായിട്ടും പറയുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ടു ഗവൺമെന്റ് അതാണ് അതും ചെയ്തു, രണ്ടും ചെയ്തു എന്ന് പറയുന്നുണ്ട്. 5 മാസം കിട്ടി. അതിനുശേഷം കെ ഗോപാലകൃഷ്ണൻ ചുമതല ഏറ്റെടുത്തിട്ടില്ല. അതൊന്നും എനിക്കറിയില്ല. തിരക്കിലാണ്. എനിക്കറിയില്ല. ഞാൻ 3-ാം മാസം പോയി. പക്ഷെ അതിനുശേഷം കെ ഗോപാലകൃഷ്ണൻ IAS ചുമതലയേറ്റ് ഈ രേഖ പരിശോധിച്ചു. രേഖ പരിശോധിക്കുമ്പോൾ കെ ഗോപാലകൃഷ്ണൻ പിന്നെ കത്തെഴുതുന്നുണ്ട്, ഐ ഹാഡ് റിസീവ്ഡ് ഡോക്യുമെന്റ്സ് റിലേറ്റഡ് ടു ഉന്നതി, വൈഡ് റെഫറൻസ് so and so. On verification of agenda notes 1 and 2, some of the documents are not available even now എന്ന് അദ്ദേഹം 3/7/2024 എഴുതുന്നുണ്ട്. ഏതാ ഡേറ്റ് വായിക്കൂ? 3/7/2024. 7-ാം മാസം ഇതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. എപ്പോഴാണ് ഇയാളെല്ലാം കൊണ്ടുപോയത്? 5-ാം മാസം. ഞാൻ പറഞ്ഞത് 2 മാസം ഗോപാലകൃഷ്ണൻ ഓഫീസിലില്ല, അതേ വേറെ ഡ്യൂട്ടിയിലാണ്. അല്ല, അതൊന്നും എനിക്കറിയണ്ട. എന്റെ ചോദ്യം ഇത്രയും അല്ല, എനിക്കറിയണ്ടല്ലോ. ഞാൻ ഏത് മാസം പോയതാ? ഞാൻ 3-ാം മാസം എല്ലാ രേഖയും ഏൽപ്പിച്ചിട്ട് പോയ ആള് ഏതാണ്ട് 1 കൊല്ലം കഴിഞ്ഞിട്ട് പറയാം എല്ലാ രേഖയും നിങ്ങൾ മിനിസ്റ്റർ അടുത്ത് കൊടുത്തു. ശരി, ആ രേഖകൾ മുഴുവനും ഡോക്ടർ ജയതിലക ഏറ്റെടുത്തു. ശരി, അത് മുഴുവനും ഗോപാലകൃഷ്ണൻ കൊണ്ടുപോയി. ശരി, 2 മാസം കഴിഞ്ഞിട്ട് പറയാം 10 മാസം മുമ്പ് എല്ലാം ഏൽപ്പിച്ചിട്ട് ആ ചെയിനിന്റെ അങ്ങേ അറ്റത്ത് ഇരിക്കുന്ന ഞാൻ ഇനി ഈ ഫയലൊക്കെ കണ്ടുപിടിച്ചു കൊടുക്കണം. ഇനി അതും പോട്ടെ, ശരി, ഈ നഷ്ടപ്പെട്ട എന്താണെന്നും കൂടെ ഒന്ന് വായിക്കാമോ? അല്ല, എന്റെ ലിമിറ്റഡ് പോയിന്റ് ഇതാണ്. അല്ല, ഞാൻ പറഞ്ഞു എൻ പ്രശാന്തും മന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുകൊടുത്ത ഫയലെല്ലാം അല്ലല്ല, അങ്ങനല്ല. ആ സെന്റൻസ് വീണ്ടും വായിക്കൂ. ഓൾ ദ ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ഇൻ ദ പൊസഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്റെ കൈവശം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ കൈവശമുള്ള മുഴുവനും എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് പിന്നെ മാറുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് താങ്കൾ കവറിലാക്കി കൊണ്ടുപോയ കത്ത് അങ്ങനെയൊന്നുമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞാണ്. അല്ലല്ല, നിക്ക് അങ്ങനെ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ മിനിസ്റ്റർക്കാണ് മുഴുവനും രേഖകൾ കൈമാറ്റം. 2 കവറോ 3 കവറോ ഒന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അതൊക്കെ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ പിന്നീട് പറയാം. നിങ്ങൾ ആരുടെ പിന്നീട് കിട്ടിയില്ല എന്ന് പറയുന്നതേ? അല്ല, താങ്കൾ മന്ത്രിയുടെ ഓഫീസിൽ കൊണ്ട് ഈ ഫയലുകൾ കൊടുക്കുന്നു.
അതെ. അതെ. അപ്പൊ അതിനുശേഷം അവിടെ കിട്ടിയില്ല എന്ന് മിനിസ്റ്റർക്ക് കേസുണ്ടോ? ഇല്ല. ഇല്ല. പക്ഷെ അതിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അതൊക്കെ മിനിസ്റ്റർ പരിശോധിച്ചിട്ട് ഏറ്റെടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ സുഹൃത്തെ, ഫയൽ കൈമാറ്റം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു കടലാസ് കൊണ്ട് കൊടുത്തിട്ട് പോവല്ല. മുഴുവനും ഏറ്റെടുത്ത് ക്ലിയർ ആയതിനു ശേഷമാണ് മിനിസ്റ്റർ അവിടുന്ന് ഡോക്ടർ ജയതിലകിനെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ എല്ലാം സകല ഡീറ്റെയിൽസും. അതല്ലേ, ഈ രേഖ പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ എന്ത് പറഞ്ഞേനെ? 7/6 പിന്നെയും കെ ഗോപാലകൃഷ്ണൻ എഴുതുന്നു ആർക്കാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി. അതിലും പറയുന്നത് തന്നെയാണ്. അതെ, ഇവര് തമ്മിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. As per the collected files, I wish to bring your kind attention that the following items and the items detailed in the Annexure 2 and 2 are also needed for the effective functioning of Unnati, which are not available even now. എന്ന് പറഞ്ഞു ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗോപാലകൃഷ്ണൻ. സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ, എഗെയിൻ കോമൺ സെൻസ് ആണ്. ഗോപാലകൃഷ്ണന്റെ കയ്യിൽ നിന്ന് കുറെ ഇപ്പൊ കാണാനില്ല എന്ന് പറയുന്നു. ഗോപാലകൃഷ്ണൻ ആരുടെ ചോദിക്കുക? ജയതിലകിന്റെ അടുത്ത് പോകും. അപ്പൊ ജയതിലകിന്റെ കയ്യിലും അതില്ല എന്ന് വിചാരിക്കുക. അദ്ദേഹം ആരുടെ ചോദിക്കുക? മന്ത്രി അടുത്ത് ചോദിക്കണം. മന്ത്രിക്കും കിട്ടിയില്ലെങ്കിൽ അപ്പൊ ആരുടെ ചോദിക്കുക? ഇതാണോ ഇവിടെ നടക്കുന്നത്? ഇതാണോ ചോദിച്ചോണ്ടിരുന്നു? ആരുടെ ചോദിച്ചു? അല്ല, ജയതിലകിനോട് ചോദിച്ചു. അങ്ങനെയാണല്ലോ ഈ പറയുന്ന ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകാൻ കാരണം. സംഭവം പറഞ്ഞുതരാം, വളരെ എവിഡന്റ് ആയിട്ട് പച്ചക്കങ്ങ് പറഞ്ഞു തന്നേക്കാം. ഇത്രയും കോംപ്ലിക്കേഷൻ വരുന്നില്ലല്ലോ. 5-ാം മാസത്തിൽ മിസ്റ്റർ ഗോപാലകൃഷ്ണന്റെ അടുത്ത് പറയാണ്, മോനെ ഇങ്ങനെ ഒരെണ്ണം എഴുതി തരൂ. അവർ തമ്മിലാണ് കത്തിടപാട്. ആൻഡ് ദേ ആർ കുക്കിംഗ് അപ്പ് എ ഡോക്യുമെന്റ്. അല്ലേ, വളരെ എവിഡന്റ് അല്ലേ? ഇത് എന്തുകൊണ്ടാണ് മിനിസ്റ്റർ അടുത്ത് പോയി ചോദിക്കാൻ ധൈര്യമില്ലാത്തത്? എന്തുകൊണ്ടാണ്? കാരണം ഫയലിന്റെ ഇദ്ദേഹത്തിന് ഫയൽ കിട്ടിയത് മിനിസ്റ്റർ അടുത്ത് നിന്നല്ലേ. അപ്പൊ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അവിടെയല്ലേ പോയി ചോദിക്കുക? മിനിസ്റ്റർ അടുത്ത് ചോദിച്ചോ? ജയതിലകും ചോദിക്കേണ്ടതാണ്. കോമൺ സെൻസ് അവിടെ നിന്നല്ലേ അദ്ദേഹത്തിന് കിട്ടിയത്. എങ്ങനെയാണ് ഇപ്പുറത്ത് വരാൻ ആദ്യം തന്നെ തോന്നുന്നത്? സംതിങ് റോങ്. അപ്പൊ എന്റെ പോയിന്റ്, സിമ്പിൾ പോയിന്റ്, ഈ പറഞ്ഞ ജയതിലകിന്റെ അടുക്കൽ സമർപ്പിക്കപ്പെട്ട RTA മുഖാന്തരം പുറത്തു വന്ന ഈ ഫയലുകൾ താങ്കൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അന്വേഷണ റിപ്പോർട്ടല്ല, അത് കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ സിമ്പിൾ പോയിന്റ് ഞാൻ തീർത്തില്ല. എന്റെ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ആര് തമ്മിലാണ്? ജയതിലകുണ്ട്, ഈ പറഞ്ഞ കോർഡിനേറ്റർ ഉണ്ട്, ഉന്നതിയുടെ കോർഡിനേറ്റർ KS. കോർഡിനേറ്റർ ഫയൽ മാത്രമേ നോക്കാറുള്ളൂ. കോർഡിനേറ്റർ അടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കൂ. അല്ല, കോർഡിനേറ്റർ പറയുന്നു എന്താണ് ഉന്നതിയുടെ പ്രശ്നം. ഞാൻ പറയുന്നത് ഇതൊക്കെ ഈ പറയുന്ന സ്പെക്കുലേഷൻ ആണ്. ഇത് ഫാക്റ്റ് ഉണ്ട്. ഫാക്റ്റ് അറിയാൻ ഇത്രയും അവിടെ ഇവിടെ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഫയൽ തരികയും കൊടുക്കുകയും ചെയ്ത ആളുടെ തന്നെ ചോദിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ വെട്ടമുണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ സൂചി അന്വേഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കളഞ്ഞെടുത്ത് തന്നെ ചോദിക്കണം. അപ്പൊ ഇതിനകത്ത് എന്റെ സിമ്പിൾ പോയിന്റ് ഇതാണ്. ഇനിയിപ്പോ ഇതിൽ തർക്കിക്കേണ്ട കാര്യം പോലും എല്ലാവർക്കും അറിയാം ഈ ഫയൽ അങ്ങനെ ഒരു ഫയൽ നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ സില്ലി അല്ലേ, നോക്കൂ, ഇതിനകത്ത് നിന്ന് ഒരു ബണ്ടിലോ ഫയൽ കിട്ടി, അതിനകത്ത് 2-3 ഫയൽ എടുത്ത് മാറ്റിയിട്ട് ഈ ഫയലില്ല ആ ഫയലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാദം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. കാരണം ആ ഒരു കൃത്യമായി ഫയൽ എടുത്ത് മാറ്റാൻ പോലും അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഗോപാലകൃഷ്ണൻ എപ്പിസോഡിന് ശേഷം ഉണ്ടായതല്ല, ഇത് അതിന് മുമ്പ് ഉണ്ടായതാണ്. അല്ലല്ല, അതൊക്കെ തന്നെയാണ്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, പകയുടെയും ഇതിൻ്റെയും പ്രശ്നം. ഞാൻ അവിടുന്ന് മാറുന്ന ഒരു സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, വളരെ സുഖകരമായിട്ടല്ല അവിടുന്ന് മാറുന്നത്. അവിടുന്ന് മാറ്റം ആവശ്യപ്പെട്ടിട്ടാണ് ചീഫ് സെക്രട്ടറി അടുത്ത് പറഞ്ഞ് ഞാൻ കുറേ കത്തിടപാടുകളൊക്കെ നടത്തി. ഞാൻ പറഞ്ഞില്ല അവിടെ ഇഷ്യൂസ് ഉണ്ടെന്ന്. ഇഷ്യൂസ് ഉണ്ടായതിനു ശേഷമാണ് ഞാൻ മാറുന്നത്. മാറിക്കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഞാൻ വിടില്ല. ഇവനെ ഞാൻ പാഠം പഠിപ്പിക്കുമെന്ന് കഷ്ടപ്പാട് പോയിട്ട് രേഖകൾ കുക്കപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ജസ്റ്റ് ഇമാജിൻ. എന്നിട്ട് ഒരു വ്യാജമായിട്ടൊരു ഇത് കുക്കപ്പ് ചെയ്തു, ഒരു മാധ്യമ സ്ഥാപനമായിട്ട് ടൈപ്പ് ചെയ്ത് അത് റിലീസ് ചെയ്തു. അത് കഴിഞ്ഞ് പുറത്തായി. ഇപ്പോൾ അത് കംപ്ലീറ്റ് പാളിപ്പോയി. ഇപ്പൊ ഇല്ല എന്ന് പറയുന്ന രേഖ പോലും എന്ത് ബാലിശമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ. പക്ഷെ രേഖയിൽ 3 ബാലിശമാണ് ഞാൻ സമ്മതിക്കും. എല്ലാം ബാലിശമാണ്. അല്ല, ഒരെണ്ണം. പക്ഷെ മിനിറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് ബാലിശമാണ്, സമ്മതിക്കില്ല. അതാണ് ഏറ്റവും എളുപ്പത്തിൽ തെളിയിക്കാൻ. എങ്ങനെയാണെന്നറിയോ, ഒരു ബോർഡ് മീറ്റിംഗ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൺഫർമേഷൻ അടുത്ത ബോർഡിലാണ് വെക്കുക, മിനിറ്റ്സ്. സെക്കൻഡ് ബോർഡിന്റെ ഫസ്റ്റ് അജണ്ട തന്നെ ഫസ്റ്റ് ബോർഡിന്റെ മിനിറ്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ബോർഡിന്റെ മിനിറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫയലിൽ കള്ളത്തരം കാണിക്കാൻ പോലും അത്രക്ക് പോലും അറിവില്ല എന്ന് പറയേണ്ടി വരും.